നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുതേ. അങ്ങനെ നാളത്തെ കഥയില് രേവതി സച്ചിയും കൂടി ഇരുന്ന് ആലോചിക്കുകയാണ്. 1,00,000 രൂപയാണ് സമ്മാനത്തുക. ഈ മത്സരത്തില് എങ്ങനെയെങ്കിലും വിജയിക്കണം എന്നൊരു ചിന്ത രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. ആ സമയത്ത് സച്ചു പറഞ്ഞു, അല്ല നമ്മൾ വിജയിക്കണമെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ അറിയണ്ടേ, എന്താ എങ്ങനെയൊന്നും അറിയത്തില്ല, ഈ മത്സരത്തെ കുറിച്ച് പോലും അറിയത്തില്ല, ആദ്യമായിട്ടാണല്ലോ നമ്മൾ മത്സരിക്കാൻ പോകുന്നേ. അത് കേട്ടപ്പോ രേവതി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് വർഷയോട് ശ്രീകാന്തിനോടും തന്നെ ചോദിക്കാം, അവരല്ലേ നമ്മളോട് ഇത് പറഞ്ഞേ. അത് ശരിയാ, ഒരു പക്ഷെ അവർ ഈ മത്സരങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ അവരോട് ചോദിക്കുവാണെങ്കിൽ അവര് ചിലപ്പോ ഇതിന് ഉത്തരം പറയൂന്ന് പറയാണ്. ചിലപ്പോ എന്തൊക്കെ ചോദ്യങ്ങളാണോ അങ്ങനെയൊന്നും അറിയത്തില്ലോ ചോദിക്കുന്നേ. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ശ്രീകാന്തിന്റെയും വർഷയുടെ മുറിയിലേക്ക് കഴിഞ്ഞപ്പോ ശ്രീകാന്തിന്റെയും വർഷനെ അവിടെ കണ്ടില്ല. ഇവരിത് എവിടെ പോയി? പിന്നീട് ടെറസിലേക്ക് ചെല്ലുവാണ്. ആ സമയത്ത് ശ്രീകാന്തും വർഷയും കൂടെ ഗുസ്തി പിടിക്കുന്ന കാഴ്ച കണ്ട് രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ബലപ്രയോഗം നടത്തുവാണ്. ഇതെന്താ ഇവര് കാണിക്കുന്നത്? പെട്ടെന്ന് സച്ചി ഓർത്ത് രണ്ടുപേരും കൂടെ അടി ഉണ്ടാക്കുന്നതായിരിക്കുന്നു. സച്ചിയും വർഷം ഓടി അങ്ങോട്ട് ചെന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ഇത് എന്ത് പരിപാടിയാ കാണിക്കുന്നേ? നിങ്ങൾ എന്തിനാ ഇങ്ങനെ കടന്ന് വഴക്കുണ്ടാക്കുന്നേ? എന്ത് കാര്യമാണെങ്കിലും അത് സമാധാനപൂർവ്വം നമ്മൾ ചർച്ച ചെയ്ത് നമുക്ക് പ്രശ്നപരിഹാരം ഉണ്ടാക്കാം, അതിനിങ്ങനെ വഴക്കുണ്ടാക്കുകയല്ല ചെയ്യണ്ടേ. അത് കേട്ട് കഴിഞ്ഞപ്പോ വർഷയ്ക്ക് ചിരി വന്നു. ഈ സമയത്ത് ശ്രീകാന്ത് പറഞ്ഞു, അതെ ഞങ്ങൾ വഴക്കൊന്നും ഉണ്ടാക്കുമല്ല രേവതി അടുത്തി, വഴക്കുണ്ടാക്കുമല്ലേ, പിന്നെ ഇപ്പൊ ഈ കണ്ടതോ. അത് കേട്ടപ്പോ വർഷ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളിതേ കോമ്പറ്റീഷന് വേണ്ടി പ്രാക്ടീസ് ചെയ്യുവാന്ന് പറയണ. പ്രാക്ടീസ് ചെയ്യുന്നോ? അതെ. ശ്രീകാന്ത് പറഞ്ഞു, പറയാൻ പറ്റില്ലോ, ആർക്കാണ് കൂടുതൽ ബലമുള്ളതെന്ന് അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബലപ്രയോഗം നടത്തൂല അവിടെ. ആ സമയത്ത് ആര് ജയിക്കും? അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഞങ്ങളൊരു കോമ്പറ്റീഷൻ നടത്തിക്കൊണ്ടിരിക്കുക. ഇത് കേട്ടപ്പോ സച്ചു പറഞ്ഞു, ആ കാര്യത്തില് എനിക്ക് പിന്നെ നല്ല ഉറപ്പുണ്ടെന്ന് പറയണം. എന്താ ഞാൻ ജയിക്കുമെന്ന് എന്നും പറഞ്ഞോണ്ട് സച്ചി രേവതിയെ പിടിച്ചിട്ട് തള്ളി. കണ്ടില്ലേ, അവൾക്ക് അധികം ആരോഗ്യമൊന്നുമില്ല, എന്റെ അത്രയൊന്നും ആരോഗ്യമില്ല. എന്റെ മുന്നിലേക്ക് വരുന്നവരെയൊക്കെ ഞാൻ നിഷ്പ്രയാസം അടിച്ചിടും, അതുകൊണ്ട് ഇവിടെ ഒന്നും അല്ലാന്ന് പറയണം. ഇത് കേട്ടപ്പോ വർഷ പറഞ്ഞു, അത്രയ്ക്ക് അങ്ങ് കളിയാക്കൊന്നും വേണ്ട രേവതി ചേച്ചീനെ. അപ്പോഴും സച്ചു പറഞ്ഞു, അല്ല ബലപ്രയോഗത്തിൽ മാത്രം എനിക്ക് അവളെ തോൽപ്പിക്കാൻ പറ്റുള്ളൂ, നാവിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. എന്റെ പൊന്നോ, സംസാരിക്കുന്ന കാര്യത്തില് അവളെ തോൽപ്പിക്കാനായിട്ട് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയാണ്. അവള് നാവിട്ട് അലയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്, പിന്നെ നിർത്തത്തില്ല എന്ന് പറയാണ്. നമ്മൾ തോറ്റു പോകുന്നു പറഞ്ഞു. വർഷ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, രേവ ചേച്ചിക്ക് അത്യാവശ്യം നല്ല ആരോഗ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ അന്ന് എന്നെ ഇടിക്കാനായിട്ടാ അവൻ വന്നില്ലേ, എന്റെ മുഖത്ത് ആസിഡ് ഒഴിക്കാനായിട്ടൊക്കെ വന്ന സമയത്ത് രേവതി ചേച്ചി ആ ചുടുകട്ട എടുത്തെറിഞ്ഞ് അവനെ വീഴിച്ചത്. അപ്പൊ പിന്നെ രേവതി ചേച്ചിക്ക് ബുദ്ധിശക്തിയൊക്കെ ഉള്ളതുകൊണ്ടല്ലേ അങ്ങനെ. സച്ചിയാണ്ടൊന്ന് സൂക്ഷിച്ചോ, അല്ലെ ചിലപ്പോ സച്ചിയാണ്ടും കിട്ടുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ സച്ചി ഒന്ന് പേടിച്ച് രേവതിയെ നോക്കി. എന്നിട്ട് പറഞ്ഞു, രേവതി ഇവിടെ ചൂടുകട്ട നമ്മള് വീട് കെട്ടാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, അതൊന്നും എടുത്ത് എന്റെ മേൽ പരീക്ഷണമൊന്നും നടത്തി നോക്കരുതേ. അത് കേട്ടപ്പോ രേവതി പറഞ്ഞു, പോ സച്ചിയായിട്ട് അവിടെ നിന്ന് പറയണം. പിന്നീട് സച്ചി ചോദിച്ചു, അല്ലട ശ്രീകാന്തൻ, ഇങ്ങനെയൊക്കെയുള്ള പരീക്ഷണങ്ങളൊക്കെ ആണോ അവിടെ ഉള്ളതെന്ന് ചോദിക്കണം. പരീക്ഷണങ്ങളോ? അല്ല, കോമ്പറ്റീഷൻ ഇങ്ങനെയുള്ളതാണോന്ന്. അങ്ങനെ അതൊന്നും പറയാൻ പറ്റില്ല, ചിലപ്പോ ചോദ്യങ്ങളൊക്കെ ആയിരിക്കും എന്ന് പറയണം. ചോദ്യങ്ങളോ? വർഷ പറഞ്ഞു, അതെ ചിലപ്പോ ചോദ്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുന്നേ. സച്ചിയേട്ടനോട് ചോദിക്കും, രേവതി ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ആഹാരം എന്താന്ന്. ആഹാരമോ? അവളെല്ലാം കഴിക്കുമല്ലോ. അങ്ങനെയാണോ? ഇഷ്ടപ്പെട്ട ഒന്നുണ്ടല്ലോ, അങ്ങനെ ചോദിച്ചാൽ അത് അവളോട് തന്നെ ചോദിക്കേണ്ടതായിട്ട് വരും. അല്ല പിന്നെ രേവതി ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട കളർ എന്താണ്, രേവതി ചേച്ചിക്ക് പോകാൻ ഇഷ്ടമുള്ള സ്ഥലം ഏതാണ്, അങ്ങനെ കുറെ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ഇതിനൊക്കെ സച്ചിയേട്ടന് ഉത്തരം അറിയാവുന്ന ചോദിച്ചു. അതിപ്പോ അല്ല അവളോട് ചോദിക്കേണ്ട വരും. ഇങ്ങനെ ചോദിക്കുന്നേ. രേവതി ചേച്ചി പഠിച്ച സ്കൂൾ എവിടെയാന്നറിയാവോ? രേവതി നീ പഠിച്ച സ്കൂൾ എവിടെയാ എന്ന് രേവതിയോട് ചോദിക്കുകയാണ്. കണ്ടില്ലേ, ഇതൊന്നും പാടില്ല, പരസ്പരം അറിഞ്ഞിരിക്കുന്നവരാണെങ്കിൽ അതെല്ലാം അറിഞ്ഞിരിക്കണമെന്ന് പറയാണ്. പിന്നീട് രേവതിയോട് ചോദിച്ചു, സച്ചേട്ടനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, രേവതി ചേച്ചിക്ക് അറിയാവുന്ന ചോദിക്കുക. സച്ചേട്ടന് ഇഷ്ടപ്പെട്ടുള്ള ആഹാരം, സച്ചേട്ടന് ഞാൻ എന്തുണ്ടാക്കി കൊടുത്താലും അതൊക്കെ കഴിക്കും. അല്ല സച്ചേട്ടന് ഏറ്റവും പോകാൻ ഇഷ്ടമുള്ള സ്ഥലം ഏതാ? അത് സച്ചേട്ടൻ അച്ഛമ്മയുടെ വീട്ടിൽ പോകുന്നത് ഭയങ്കര ഇഷ്ടമാന്ന് പറയണം. സച്ചി പറഞ്ഞു, അത് ശരിയാ, എനിക്ക് അച്ഛമ്മയുടെ വീട്ടിൽ പോകുന്നത് ഭയങ്കര ഇഷ്ടമാ. ഇങ്ങനെ ഓരോരോ ചോദ്യങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചോദിക്കാൻ പോകുന്നത്, ചിലപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ആയിരിക്കില്ല. പിന്നെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനം എന്താണ്, അങ്ങനെ കുറെ ചോദ്യങ്ങൾ, അവരെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങൾ. കാരണം ബെസ്റ്റ് കപ്പിൾസിനെ തിരഞ്ഞെടുക്കാനല്ലേ, ചിലപ്പോൾ ആ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും. നമുക്കതൊന്നും പറയാനായിട്ടൊന്നും പറ്റത്തില്ല, പക്ഷെ നമ്മൾ പ്രിപ്പയർ ആയി വേണം പോവാനായിട്ടെന്ന് പറഞ്ഞു. സച്ചി പറഞ്ഞു, അങ്ങനെയാണല്ലേ, അപ്പൊ നമ്മളതൊക്കെ പഠിക്കേണ്ടിയിരിക്കുന്ന രേവതി എന്ന് പറഞ്ഞു. എന്നാ ബാ നമുക്ക് പോയി അതൊന്ന് ട്രൈ ചെയ്യാന്ന് പറയണ. രേവതി പറഞ്ഞു, ശരിയാ, കാരണം ട്രൈ ചെയ്യാതിരുന്നിട്ട് കാര്യമുണ്ടോ, നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ അവരങ്ങോട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ ശ്രീകാന്തിനെ വിളിച്ചിട്ട് വർഷം പറഞ്ഞു, ബാ നമുക്ക് തുടരാന്ന് പറയണം, ബലപരീക്ഷണം നടത്താന്ന് പറയണം. അങ്ങനെ അവര് ബലപരീക്ഷണം നടത്തുവാണ്. അങ്ങനെ എംബറർ ക്ലബിന്റെ മത്സരം തുടങ്ങുവാണ്. അപ്പൊ രേവതി സച്ചി അവരെല്ലാരും കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം
അവതാരിക വന്നിട്ട് ഓരോരുത്തരായിട്ട് അവിടെ ഇരിക്കുന്ന ജഡ്ജസിന് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എല്ലാവർക്കും സ്വാഗതവും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കോമ്പറ്റീഷൻ തുടങ്ങുന്നതിന് മുമ്പ് മത്സരാർത്ഥികളൊക്കെ പരിചയപ്പെടുത്തണമല്ലോ. അങ്ങനെ 6 പേര് ഉണ്ട് അവസാനമായിട്ട്. അങ്ങനെ 6 പേരെയും കൂടെ കയറ്റി നിർത്തുവാണ്. ഈ സമയത്ത് പരിചയപ്പെടുന്ന സമയമാണല്ലോ. ഓരോരുത്തരായിട്ട് അവരെ കുറിച്ചൊക്കെ പറയണം. അവരെല്ലാം വലിയ കമ്പനി ജോലി ചെയ്യുന്നവരും വലിയ വലിയ ആൾക്കാരൊക്കെയാണ്. ആ സമയം ശ്രുതി പതുക്കെ പറഞ്ഞു, കണ്ടില്ലേ, എല്ലാരും നല്ല ജോലിക്കാരും നല്ല നല്ല ആൾക്കാരൊക്കെയാ. കണ്ടു, ഇനി പരിചയപ്പെടുത്തുന്ന സമയത്ത് രേവതി സച്ചി എന്തു പറയുമെന്ന് നോക്കാം. വെറും ഒരു കാർ ഡ്രൈവർ, ഒരു പൂക്കാരി നമുക്ക് കാണാന്ന് പറയണം. അങ്ങനെ പരിചയപ്പെടുത്തി വന്നു. സുധിയുടെ ഊഴവായി. ശ്രുതിയും കൂടെ ചെന്ന് പരിചയപ്പെടുത്തുവാണ്. അങ്ങനെ ശ്രുതി പറഞ്ഞു, ഞാൻ വലിയൊരു കമ്പനിയുടെ ഓണറാന്നൊക്കെ പറയണം. ചന്ദ്രമതി ഹോം അപ്ലയൻസസ് എന്ന ഒരു സ്ഥാപനം നടത്തുന്നുണ്ട്. അത് മാത്രമല്ല, ഇതെന്റെ ഭാര്യ എന്നൊക്കെ പറയണം. അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, ഞാൻ ടൗണിലൊരു ബ്യൂട്ടി പാർലർ നടത്തുവാണ്, സ്വന്തമായിട്ടൊരു ബ്യൂട്ടി പാർലർ നടത്തുക, അങ്ങനെയൊക്കെ പറഞ്ഞ് സ്വയം അങ്ങോട്ട് പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സച്ചി രേവതിയോട് പറഞ്ഞു, കണ്ടില്ലേ, അവൻ സ്വയം പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവന്റെ ശരിക്കുള്ള സ്വഭാവം എന്താന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള എല്ലാവരും അവനെ ചെരിപ്പൂരി അടിക്കുമെന്ന് പറയണം. സച്ചേട്ട ഒന്നും മിണ്ടാതിരിക്കുക, ഇങ്ങനൊന്നും പറയില്ല, നമ്മളൊരു കോമ്പറ്റീഷൻ വന്നതല്ലേ എന്ന് ചോദിക്കണം. സ്റ്റേജിൽ വെച്ചാണ് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. പിന്നീട് വർഷയുടെ ശ്രീകാന്തിന്റെ ഒഴിവായിരുന്നു. ശ്രീകാന്ത് പറഞ്ഞു, ഞാൻ ഹോട്ടലിലെ ഷെഫാന്നൊക്കെ പറയണം. വർഷ അതുപോലെ തന്നെ പറഞ്ഞു, ഞാനൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റാന്ന് പറഞ്ഞു. അപ്പൊ എല്ലാരും കൈയടിക്കുന്നുണ്ട് ഓരോരുത്തർ പറഞ്ഞു തീരുമ്പോ. അത് പിന്നീട് രേവതിയുടെ സച്ചിയുടെ ഒഴിവായിരുന്നു. അങ്ങനെ സച്ചി വന്നിട്ട് അവിടെ വന്നിട്ട് പറഞ്ഞു, ഞാൻ ഒരു കാർ ഡ്രൈവറാന്ന് പറയണം. പക്ഷെ ആരും കൈയടിക്കുന്നില്ല, എല്ലാരും ഇങ്ങനെ പരസ്പരം നോക്കണം. ഫുൾ നിശബ്ദതയാണ്. സച്ചിക്ക് ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നി, പക്ഷെ സച്ചിയത് മൈൻഡാക്കിയില്ല. ആ സമയത്ത് രേവതി പറഞ്ഞു, അതെ, ഞാനൊരു പൂവിന്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്, പൂമാലയുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ. ഒരു സ്കൂട്ടിയാല് അതിന്റെ പുറയിൽ ഒരു ബോക്സ് ഒക്കെ വെച്ച അത്തരാണ് പൂ ആവശ്യമുള്ളവർക്കൊക്കെ വീട്ടിൽ കൊണ്ട് പൂവൊക്കെ കൊടുക്കണേന്നൊക്കെ പറയാണ്. പക്ഷെ ആരും കൈയടിക്കാതെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ആ സമയം അവതാരിക പറഞ്ഞു, ഇതെന്താ കൈയടിക്കാതെ, എല്ലാരും കൂടെ കൈയടിക്കാൻ പറയാണ്. അങ്ങനെ എല്ലാരും കൈയടിച്ച അവസാനം അതിനുശേഷം പരിചയപ്പെടുത്തലെല്ലാം കഴിഞ്ഞ് അവര് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേനും രേവതി സ്റ്റേജിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് രേവതിയോട് സച്ചി ചോദിച്ചു, അല്ല ഇതെന്താ രേവതി ഇങ്ങനെയെന്ന് ചോദിക്കുക, എന്താ നമ്മൾ പരിചയപ്പെടുത്തിയപ്പോ ആരും കൈയടിക്കാത്ത എന്താ? ഓ, അതിന് മാത്രം ഇത്ര വൃത്തികെട്ട ജോലിയാണോ ഡ്രൈവർ പണിയും അതുപോലെ തന്നെ പൂമാല കെട്ടുന്ന ജോലി എന്നൊക്കെ ചോദിക്കുക. അങ്ങനെയൊന്നുമില്ല സച്ചേട്ടൻ അങ്ങനെയൊന്നും വിചാരിക്കുക പോലും വേണ്ടെന്ന് പറയണം. അങ്ങനെ അവര് കസേര വന്നിരിക്കുന്ന സമയത്ത് സച്ചി പറഞ്ഞു, ഓ, ഇവരുടെയൊക്കെ പത്രാസൊക്കെ കണ്ടാത്തൊന്നും അങ്ങനെ ആയിരിക്കുമെന്ന്. സച്ചേട്ടൻ, നമ്മൾ കോമ്പറ്റീഷന് വന്നാലേ ഇപ്പൊ അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി എന്നൊക്കെ സച്ചിയെ പറഞ്ഞു ഉപദേശിക്കുന്നുണ്ട് രേവതി. പിന്നീട് അവതാരിക ജഡ്ജസിനെയൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ടായിരുന്നു, പിന്നെ റിട്ടയർഡ് ജഡ്ജും അതുപോലെ തന്നെ ഒരു റൈറ്ററൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തരായിട്ട് പരിചയപ്പെടുത്തി. അപ്പൊ ഇവരാണ് നിങ്ങൾക്ക് മാർക്കൊക്കെ ഇടുന്നതെന്നൊക്കെ പറയാണ്. ആ സമയത്ത് സുധി അവരെ നോക്കി, കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്, ഈ കോമ്പറ്റീഷൻ എന്താണ് താനോ ജയിക്കാൻ പോകുന്നുള്ളൂ എന്നൊരു ചിന്തയായിരുന്നു സുധിയുടെ മനസ്സിൽ. പിന്നീട് അവതാരിക പറഞ്ഞു, ഇപ്പൊ നിങ്ങൾ ജോഡികളായിട്ടല്ലേ ഇരിക്കുന്നത്, അതിൽ നിങ്ങൾ ഭാര്യമാര് സ്റ്റേജിലേക്ക് വരാൻ പറയണം. അങ്ങനെ ഭാര്യമാരെ എല്ലാരെയും കൂടെ അങ്ങോട്ട് വിളിച്ചു. ആ സമയം സച്ചി എഴുന്നേറ്റിട്ട് ചോദിച്ചു, അല്ല ബെസ്റ്റ് കപ്പിൾസിനെ തെരഞ്ഞെടുക്കാല്ലേ, ഭാര്യയും ഭർത്താവും ഒരുമിച്ച് മത്സരിക്കാൻ വന്നല്ലേ, അപ്പൊ ഒരാളെ തന്നെ വിളിച്ചാൽ എങ്ങനെയാ? അതെ, ഇപ്പൊ ആദ്യം ഇവരെ തന്നെ വിളിക്കാം, ഇവർക്കൊരു ടാസ്ക് ഉണ്ടെന്ന് പറയണം. ആ സമയം ശ്രീകാന്ത് സച്ചിയോടും, സച്ചിയേട്ടാ ഇവിടെ ഒന്ന് ഇരിക്കാൻ പറയണം. അങ്ങനെ സച്ചി അവിടെ പോയിരുന്നു. അങ്ങനെ അവരവിടെ കയറി നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവതാരിക പറഞ്ഞു, നിങ്ങൾക്ക് എന്തൊക്കെ കഴിവുകളുണ്ടെന്ന് നിങ്ങൾ പറയണം, പിന്നെ അത് ചെയ്ത് കാണിക്കണമെന്ന് പറയണം. അങ്ങനെ ഓരോരുത്തരോടും കഴിവുകളൊക്കെ ചോദിക്കുകയാണ്. ശ്രുതിയോട് ചോദിച്ചപ്പോൾ ശ്രുതി പറഞ്ഞു, ഞാൻ ബ്യൂട്ടീഷ്യനാണ്, എനിക്ക് ഒരാണിനെ പെണ്ണായിട്ട് ഒരുക്കാനായിട്ടൊക്കെ സാധിക്കുമെന്നൊക്കെ പറയാണ്. പെണ്ണിന്റെ വേഷം കെട്ടിക്കാനൊക്കെ പറ്റുമെന്ന് പറയണം, മേക്കപ്പ് ഒക്കെ ഇട്ട്. വർഷയോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ വർഷ പറഞ്ഞു, ഞാൻ ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്, അതുകൊണ്ട് എനിക്ക് മറ്റുള്ളവരുടെ സൗണ്ട് അനുകരിക്കാൻ സാധിക്കുമെന്ന് പറയാണ്. രേവതിയുടെയും മൈക്ക് കൊടുത്തപ്പോൾ രേവതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. രേവതി ഇങ്ങനെ മൈക്കും പിടിച്ച് നിൽക്കുവാണ്. അപ്പോഴേക്കും സുധി സച്ചിയോട് ചോദിച്ചു, എന്താടാ നിന്റെ ഭാര്യയ്ക്ക് കഴിവൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കണേന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും രേവതി ഇങ്ങനെ വല്ലാത്തൊരു വീർപ്പൊട്ടലോട് കൂടിയിട്ട് നോക്കി നിൽക്കുവാണ്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ. ആ സമയത്ത് സച്ചി എഴുന്നേറ്റിട്ട് പറഞ്ഞു, രേവതി നീ ഒരു കാര്യം ചെയ്യ, നീ പറ, നിനക്ക് കണ്ണ് കെട്ടിക്കൊണ്ട് പൂമാല കെട്ടാൻ അറിയാന്ന് പറ, 3 മിനിറ്റും കൂടി നീ 3 മുഴം മുല്ലിപ്പോ കെട്ടുമെന്ന് പറ എന്ന് പറയാണ്. ഇത് കേട്ടപ്പോ രേവതി പറഞ്ഞു, അതെ, ഞാൻ കണ്ണ് കെട്ടിക്കൊണ്ട് ഞാൻ പൂ കെട്ടുമെന്ന് പറയാണ്. അങ്ങനെ ചോദ്യവും പറച്ചിലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവരെ കൊണ്ടായി ചെയ്യിക്കുകയാണ്. ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ കഴിവുകളുണ്ടെന്ന് പറഞ്ഞല്ലോ, അതൊക്കെ കാണിച്ചു കൊടുക്കാൻ പറയണം. അപ്പൊ ഓരോരുത്തർ പറഞ്ഞ കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിക്കുകയാണ്. ആ സമയത്ത് അവതാരികളുടെ അടുത്തേക്ക് സുധി എന്നിട്ട് ചോദിച്ചു, അല്ല ഈ 1 ലക്ഷം രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെക്ക് ആയിരിക്കോ ക്യാഷ് ആയിരിക്കോ എന്ന് ചോദിക്കുക. ഇത് കേട്ടോ അവതാരിക പറഞ്ഞു, അല്ല അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല സാറേ, അല്ല അതിന് ടാക്സ് ഒക്കെ പിടിക്കോ?
ടാക്സ് ഒന്നും പിടിക്കത്തില്ല. ഇപ്പൊ തന്നെ കൈ തരൂലല്ലേ? തരും. അതാര് വിജയിക്കുന്നോ അവർക്ക് കൊടുക്കുമെന്ന് പറയണ. അവതാരേക്ക് എന്തോ ശ്രുതിയുടെ ആ ചോദ്യങ്ങളൊന്നും കേട്ട് അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. ക്യാഷിനെ കുറിച്ചാണ് അവൻ ചിന്തിക്കുന്നത്. മത്സരം തുടങ്ങുന്നുള്ളൂ. അപ്പൊ തന്നെ അങ്ങനെ ഓരോരുത്തരുടെ ഊഴം കഴിഞ്ഞു വന്നു. അത് ശ്രുതിയുടെ ഊഴമായിരുന്നു. ശ്രുതി അവിടെ നിന്ന് ഒരു ചെറുക്കനെ വിളിച്ചു. ചെറുക്കനെ സ്റ്റേജിലേക്ക് ഇരുത്തി മേക്കപ്പ് ചെയ്യുവാണ്. ശരിക്കും പെൺകുട്ടികൾ ഒരുക്കുന്ന പോലെ തന്നെ ഒരുക്കി. എല്ലാവരും കൈയടിച്ചു. പിന്നീട് വർഷ എന്ത് ചെയ്തു? ഡബ് ചെയ്യുവാണ്. വർഷ ആദ്യം ഡബ് ചെയ്തത് ചന്ദ്രമതിക്ക് വേണ്ടിയിട്ടാണ്. എന്റെ അമ്മായിമ്മയുടെ സ്വരം അനുകരിക്കാന്ന് പറഞ്ഞുകൊണ്ട്. സ്വരം കേട്ട് കഴിഞ്ഞപ്പോ സച്ചിയൊക്കെ അമ്പരന്ന് പോയി. അതുപോലെ തന്നെ പിന്നീട് എന്റെ ഭർത്താവിന്റെ സ്വരം അനുകരിക്കാന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിന്റെ സൗണ്ടിൽ സംസാരിച്ചു. എല്ലാരും കൈയടിച്ചു. അതിനുശേഷം രേവതിയുടെ ഊഴ വരുന്നു. രേവതിക്ക് കുറെ പൂ കൊണ്ടേ വെച്ചു. അങ്ങനെ രേവതിയുടെ കണ്ണ് കിട്ടി. രേവതി മാല ഓർക്കാനായിട്ട് തുടങ്ങുവാണ്. ഈ സമയത്ത് സച്ചി ഇരുന്ന് പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇരുന്നിട്ട് പ്രോത്സാഹിപ്പിച്ച് മതിയാഞ്ഞിട്ട് സച്ചി എഴുന്നേറ്റ് നിൽക്കുകയാണ്. അങ്ങനെ തന്നെ. അങ്ങനെ കേട്ട് രേവതി സ്പീഡിൽ കേട്ട് അങ്ങനെ ചെയ്യേ ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞു കഴിയുമ്പത്തേനും സച്ചി അവിടെ പിടിച്ചിരുത്തുവാണ്. ശ്രുതി എന്താടാ ബാക്കിയുള്ളവർക്ക് കാണണ്ടേ നീ ഇങ്ങനെ ഏറ്റു നിന്നിട്ടുണ്ടെങ്കിൽ? ശ്രീകാന്ത് പറഞ്ഞു, സച്ചിയുടെ ഭാര്യയെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രുതിയാണ് എന്താ പ്രോത്സാഹിപ്പിക്കട്ടെ എന്ന് പറയണം. സച്ചിക്ക് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ രേവതി മാല കെട്ടി കഴിഞ്ഞപ്പോഴത്തേനും സച്ചി സ്റ്റേജിലേക്ക് ഓടിച്ചെന്നു. രേവതി സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയണ. രേവതി അഭിനന്ദിക്കുവാണ്. സച്ചിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. രേവതി കണ്ണ് കെട്ടി മാലയൊക്കെ കിട്ടുന്ന സമയത്ത്. അങ്ങനെ ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞു. ഇനിയിപ്പോ രണ്ടാമത്തെ റൗണ്ടാണ്. അപ്പൊ രണ്ടാമത്തെ റൗണ്ടാന്നൊക്കെ അവതാരിക അനൗൺസ് ചെയ്യുവാണ്. പിന്നീട് സെക്കൻഡ് റൗണ്ടിനെ കുറിച്ച് പറയാണ്. അതിനകത്ത് കപ്പിൾസ് രണ്ടുപേരും സ്റ്റേജിലേക്ക് വരണം. അവർ രണ്ടുപേരും തമ്മിൽ മുഖത്തോട് മുഖം നോക്കിയിരുന്ന് കൈ പിടിച്ചിട്ട് അവരുടെ മനസ്സിൽ എന്താണോ മറ്റൊരാളെ കുറിച്ച് തോന്നുന്നത് അത് പറയണം എന്നൊക്കെ പറയണം. ഇത് കേട്ടപ്പം ശ്രുതിയോട് പറഞ്ഞു, ഉറപ്പായിട്ടും നമ്മൾ ഇതിനകത്ത് ജയിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു. ഭയങ്കര ആത്മവിശ്വാസത്തിലായിരുന്നു രണ്ടുപേരും കൂടെ. ആദ്യം വിളിക്കുന്ന അവരെയാണ്. അവരങ്ങനെ സ്റ്റേജിലേക്ക് പോവാണ്. ഭയങ്കര ആത്മവിശ്വാസത്തോട് കൂടിയിട്ടാ അവർ സ്റ്റേജിലേക്ക് ചെല്ലുന്നത്. കാരണം രണ്ടുപേർക്കും ഉറപ്പുണ്ടായിരുന്നു ഈ പ്രാവശ്യത്തെ പ്രൈസ് തങ്ങൾക്ക് തന്നെ കിട്ടും. 1,00,000 രൂപ തങ്ങൾ വീട്ടിൽ കൊണ്ടുപോകുന്നൊരു ആത്മവിശ്വാസമായിരുന്നു. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. ഇനിയിപ്പൊ ആര് പ്രൈസ് കൊണ്ടുപോകുന്നൊക്കെ നമുക്ക് കണ്ടറിയണം. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.